കൊല്ലം ജില്ലയിലുണ്ടായിട്ടുള്ള കോർപ്പറേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ജയിച്ചിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷൻ നമ്മൾ തോറ്റു, നല്ലപോലെ തോറ്റു. എന്നാൽ അവിടെ ജില്ലാ പഞ്ചായത്ത് ജയിച്ചു, മുനിസിപ്പാലിറ്റികൾ ജയിച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് ജയിച്ചു, ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം ജയിച്ചു. അപ്പോൾ കൊല്ലം കോർപ്പറേഷനിലുണ്ടായിട്ടുള്ള പരാജയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഗൗരവപൂർണമായ പരിശോധന തന്നെ, മറ്റെല്ലാ പരിശോധനയെ പോലെ തന്നെ അവിടെയും ഗൗരവപൂർണമായ പരിശോധന നടത്തും. ഈ ശബരിമല സ്വർണ്ണപ്പാള കേസ് പ്രധാനമായിട്ടുള്ള അജണ്ടയായിട്ട് മുന്നോട്ട് വെച്ചാണ് ബിജെപി കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനെ ചെറുക്കുന്നതിന് പാർട്ടി പരാജയപ്പെട്ടു. അതിൽ ഞങ്ങൾ ചെറുക്കേണ്ട കാര്യമില്ല. കാരണം ജനങ്ങൾക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ BJP ഉൾപ്പെടെ ജയിച്ചത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമോ അല്ലെങ്കിൽ അവർ ഉയർത്തിയ വിശ്വാസ മുദ്രാവാക്യം കൊണ്ടല്ല. എങ്കിലും അവർ ഇതിൽ എത്രയോ കൂടുതൽ ജയിക്കേണ്ടിയാണ് BJP ആണ് കള്ളപ്രചാര വില നടത്തി. ഞാൻ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്ത് അവരത് പിൻവലിക്കേണ്ടെന്നതില വന്നത്. എന്ന് പറഞ്ഞാൽ മതപരമായ രീതിയിൽ പ്രചരണം നടത്തിയത് ഭരണഘടനാപരമായി തെറ്റാണ്. ആ തെറ്റാണെന്ന് ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തി ആ രീതിയിൽ പിന്നീട് അവർ അത് പറയുമ്പോഴേക്ക് ഈ കള്ളപ്രചാര വേലൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ കള്ളപ്രചാര വേല നടത്തിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് റിസൾട്ട് BJPക്ക് ഉണ്ടായില്ല. എവിടെയും ഒരു സ്ഥലത്തും ഉണ്ടായില്ല. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഉണ്ടായത് ഞാൻ ഈ പറഞ്ഞതാണ്. 41 ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനുകളിൽ BJPക്ക് ജയിക്കാൻ ഇടയായത് അവിടെയുള്ള കോൺഗ്രസിൻ്റെ വോട്ടിൽ വലിയ ചോർച്ച സംഭവിക്കുന്ന നിലയിലുള്ള അവരുടെ പരോക്ഷമോ പ്രത്യക്ഷമോമായ ഐക്യനിര കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 1000-ൽ കുറവായ വോട്ടേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ അവിടെ. അതുണ്ട്, അതവിടെയുണ്ട്. ജില്ലാ സെക്രട്ടറി ഒന്നുമില്ല. ജില്ലാ സെക്രട്ടറി ആരാ പറഞ്ഞു? മുന്നങ്ങ അങ്ങനെ എന്തെല്ലാവരും ഉണ്ടാവും. മുന്നങ്കാണ് തെറ്റായ കള്ളപ്രചാരം നടത്തുക. ജില്ലാ കമ്മിറ്റിയാണ്. അതെ അതെ അതെ. ഒരു മാറ്റമില്ല. എന്തിനു മാറ്റം? ഞങ്ങൾ പറഞ്ഞതല്ല അന്ന് പറഞ്ഞതിന് ഇന്നും. ഞങ്ങൾ അങ്ങനെ അവസരവാദപരമായ നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല. നോക്കട്ടെ, അന്വേഷണം പൂർത്തിയാവാതെ നടപടി എടുക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഇപ്പം ഉടനെ നടപടി എടുക്കണം താങ്കൾക്ക് വാദിക്കുന്നത്. ഞാനത് അന്നേ പറഞ്ഞു, ഇന്നും പറഞ്ഞു. ശബരിമല പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ആരാണോ ഉത്തരവാദി അവർക്കെതിരായിട്ടുള്ള ശരിയായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഗവൺമെന്റ് എന്ന രീതിയിലും ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കും. ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.